ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് തീപിടിച്ചത്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്ത്, നേരത്തെ വലിയ രീതിയിലുള്ള അഗ്നിബാധയും അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു. ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി? ശരത് ഓങ്ങല്ലൂർ, കേൾക്കാമെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടോ? അജിംഷാദ്, തീ ഏതാണ്ട് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. രാവിലെ 8 മണിക്കാണ് ഇതുപോലെ നോർത്ത് ചാലക്കുടിയിലുള്ള ഈ ഊക്കൻസ് പെയിൻസിൻ്റെ ഗോഡൗണിൽ ഇത്തരത്തിലൊരു തീ ഉണ്ടാകുന്നത്. ഈ തീ ആദ്യം കാണുന്നത് സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെയാണ്. ജീവനക്കാർ നാട്ടുകാരെ അറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് എത്തുകയും ചെയ്തു. ഏതാണ്ട് 5 യൂണിറ്റോളം ഫയർഫോഴ്സ് എത്തിയാണ് 1.5 മണിക്കൂർ നേരം പരിശ്രമിച്ചാണ് ഇത്തരത്തിൽ തീ അണച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തീ അണച്ചതിന് ശേഷം അതിൽ നിന്നും സാധനങ്ങൾ മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ നേരം കഠിന പരിശ്രമത്തിന് ശേഷമാണ് തീ അണയ്ക്കാൻ സാധ്യമായത്. ഇതിനകത്ത് വലിയ ആശങ്ക പടർത്തുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇത് പെയിന്റ് ഗോഡൗണാണ്, വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു അതിനൊരു സാധ്യതയുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തീ പിടിച്ച ഗോഡൗണിനോട് ചേർന്ന് തന്നെ ഇത്തരത്തിൽ ഒരു ഗ്യാസ് ഗോഡൗൺ കൂടി ഉണ്ടായിരുന്നു. ഗ്യാസ് ഗോഡൗൺ ഉണ്ടായിരുന്നത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. തീ വരുന്ന സമയത്ത് തന്നെ ആളുകളെ ഗ്യാസ് ഗോഡൗണിൽ നിന്നും ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ദുരന്തം ഒഴിവാവുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഗോഡൗൺ പൂർണ്ണമായിട്ടും കത്തി നശിച്ച ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പെയിന്റ് ബക്കറ്റിൽ നിന്നും പെയിന്റ് പൊട്ടി ഒലിക്കുന്നുണ്ട്. ഒരുപാട് ടിന്നുകൾ അവിടെ പൊട്ടി കരിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും തീ പുകയുന്നുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള അടിത്തട്ടിൽ ഉള്ള കനൽ പോലും കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏതാണ്ട് 1.5 മണിക്കൂർ നേരം വലിയ രീതിയിൽ ആശങ്ക ഈ ചാലക്കുടി നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്തിനുണ്ടായിരുന്നു. ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പെയിന്റ് ഗോഡൗണിന് ചേർന്ന് തന്നെ ടൈൽസ് ഒക്കെ സൂക്ഷിച്ചിട്ടുള്ള, ഇതൊരു ഹാർഡ്വെയർ ഷോപ്പാണ്, ടൈൽസൊക്കെ സൂക്ഷിച്ചിട്ടുള്ള പ്രദേശം ഉണ്ടായിരുന്നു. പെയിന്റ് ഗോഡൗണിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. മറ്റ് ഭാഗങ്ങളിലേക്ക് തീ പടരാതിരുന്നത് വലിയ ഒരു സഹായമായി, അല്ലെങ്കിൽ വലിയൊരു തീപിടുത്തം മറ്റു രീതിയിലേക്ക് ഇത് നടന്ന് വ്യാപിച്ചേനെ എന്നൊരു ആശങ്ക പറയുന്നുണ്ട്. ഏതാണ്ട് 5 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായേക്കാം എന്നാണ് പ്രാഥമികമായിട്ടുള്ള കണക്ക്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ KSEB അധികൃതരുമായി സംസാരിച്ചിരുന്നു. KSEB അധികൃതർ പറയുന്നത് ഇതിനകത്ത് KSEBയുടെ ഭാഗത്തു നിന്നും സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല. മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ നേരം നീണ്ടു നിന്ന വലിയ ഒരു പരിശ്രമത്തിന് ശേഷമാണ് ഇവിടുത്തെ തീ ഏതാണ്ട് പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. അജിംഷാദ്, തീർച്ചയായും, കാരണം പെയിന്റ് ഗോഡൗണിലാണ്. സ്വാഭാവികമായും അഗ്നി കെടുത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. വലിയ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് ഇപ്പോൾ അഗ്നി രക്ഷാസേന അടക്കം അവിടെ പ്രവർത്തിച്ചത്. ചാലക്കുടിയിൽ വൻ തീപിടുത്തമാണ് ഇന്ന് രാവിലെയോടുകൂടിയാണ് അവിടുത്തെ തൊഴിലാളികൾ കണ്ടത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ശരത് ഓങ്ങല്ലൂർ നൽകിയത്. എന്നാൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ട്. 5 കോടി രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഇതിൻ്റെ ഒക്കെ വിവരങ്ങളാണ് ശരത്ത് നൽകിയത്.